ചോസൺ ബൈ റീസൺ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ സിസ്റ്റർ ഷാൻഡി തോമസ് FCC ആണ്. പാലക്കാട് രൂപതയുടെ കീഴിലുള്ള ആയുർപാലന ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് സിസ്റ്റർ. ആയുർവേദ ഡോക്ടറായതിനു ശേഷം 3 വർഷക്കാലത്തോളം ജോലി ചെയ്തതിന് ശേഷം സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുകയും കോൺവെൻറ്റിൽ ചേരുകയും ചെയ്ത സിസ്റ്റർ ഷാൻഡി തോമസിനെ നമുക്കിന്ന് പരിചയപ്പെടാം ചോസൺ ബൈ റീസണിലൂടെ. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം സിസ്റ്റർ ഈ ഒരു പ്രോഗ്രാമിലേക്ക്. സിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്നൊരു കൺഫ്യൂഷൻ, സിസ്റ്റർ എന്ന് വിളിച്ച് തുടങ്ങണോ ഡോക്ടർ എന്ന് വിളിച്ച് തുടങ്ങണോ എന്നുള്ളതായിരുന്നു. എങ്ങനെയാണ് സിസ്റ്റർ ആദ്യം ഡോക്ടർ ആവുകയായിരുന്നു? അതെ, ഞാൻ ഡോക്ടറായി 3 വർഷം വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സിസ്റ്റർ ആകാൻ വേണ്ടി പോയത്. സിസ്റ്ററിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. മാതാപിതാക്കളെക്കുറിച്ചും കുടുംബം, നാട് എവിടെയായിരുന്നു, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. എൻ്റെ വീട്ടിൽ ഡാഡിയും മമ്മി, ചേച്ചി, ആങ്ങള ഇളയതാണ്. ഇപ്പോൾ നാത്തൂനുണ്ട്, 2 മക്കൾ. ഇത്രയും പേരാണ് ഉള്ളത്. ഞാൻ മഠത്തിൽ ചെയ്തതിന് മുമ്പാണെങ്കിൽ വലിയച്ചാച്ചനും വലിയമ്മച്ചിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ തറവാട് കുടുംബമായിരുന്നു. ഡാഡി ഒരു മകനേ ഉള്ളൂ, 4 പെങ്ങന്മാരാണ്. ചാച്ചനും അമ്മച്ചിയൊക്കെ മരിച്ചുപോയി. ആദ്യം ഞങ്ങൾ താമസിക്കുന്നത്, ഞാൻ ഉണ്ടായത് കാരിപ്പള്ളി എന്ന സ്ഥലത്താണ്, കണ്ണൂർ ജില്ലയിൽ. പക്ഷേ അത് കഴിഞ്ഞ് ബളാൽ എന്ന സ്ഥലത്തേക്ക് പോയി. അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭൂരിഭാഗം, ഞാൻ കോൺവെൻറ്റിൽ ചേരുന്ന സമയം വരെ ഞങ്ങൾ പനത്തടി എന്ന സ്ഥലത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞങ്ങൾ താമസിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ വിളക്കന്നൂർ എന്ന സ്ഥലത്താണ്. അവിടെ ഇപ്പോൾ 4 വർഷമായി ഇപ്പോൾ അവിടെയാണ് സെറ്റിൽഡ് ആയിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ സഹോദരൻ്റെ കുടുംബം മാത്രമേ ഉള്ളൂ? ഇപ്പോൾ സഹോദരൻ, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ സഹോദരനും നാത്തൂനും 2 മക്കളും ഉണ്ട്. ചേച്ചി തലശ്ശേരി പ്രൊവിൻസ് തന്നെയാണ്, തളിപ്പറമ്പ് പുഷ്പഗിരി സെൻറ്റ് ജോസഫ് കോൺവെൻറ്റിൽ അവിടെ സ്കൂളിൻ്റെ HM-ആയിട്ട് വർക്ക് ചെയ്യുന്നു. സിസ്റ്റർ, അപ്പം കുട്ടിക്കാലം മുതലേ ഈ ഒരു സന്യാസ ജീവിതത്തോടുള്ള ഒരു ആഭിമുഖ്യം ഉള്ളിലുണ്ടായിരുന്നോ? എന്ന് മുതലാണ് ഇങ്ങനെ സിസ്റ്റർ ആകണം അല്ലെങ്കിൽ വലുതാകുമ്പോൾ കോൺവെൻറ്റിൽ ചേരണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയത് എന്ന് മുതലാണ്? എൻ്റെ ദൈവവിളിയെക്കുറിച്ച് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത്, ഞങ്ങൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ആ സമയത്ത് മിഷണറി വൈദികരും സിസ്റ്റേഴ്സൊക്കെ വരുമ്പം കുട്ടികളെ ഒരുമിച്ച് കൂട്ടി അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് എനിക്കും ഒരു സിസ്റ്റർ ആകണം, ഇതുപോലെ മിഷൻ പ്രദേശങ്ങളിൽ പോയി ഈശോയെക്കുറിച്ച് പറയണം എന്നൊരു ചിന്ത. ആ സമയത്ത് ആരൊക്കെ ഇവർ ഷെയർ ചെയ്ത് കഴിയുമ്പം ചോദിക്കും, ആരൊക്കെയാണ് സിസ്റ്റർ ആകാൻ വരുന്നത്, ആരൊക്കെയാണ് അച്ഛനാകാൻ പോകുന്നത്. ആ സമയത്തൊക്കെ കൈ പൊക്കിയിരുന്നൊരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. വീണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിൽ മമ്മി കുറേ പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് സ്നേഹസേന, അന്നത്തെ കാലത്ത് സ്നേഹസേന എന്ന് പറഞ്ഞ കുഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു പുസ്തക പുഴുവായിരുന്നു, കിട്ടുന്നത് എന്തും കുത്തിയിരുന്ന് വായിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ സ്നേഹസേനയിലെ വിശുദ്ധരുടെ ജീവചരിത്രങ്ങളുണ്ട്. അതിലെന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് കൊച്ചുത്രേസ്യയുടെ ജീവചരിത്രമാണ്. അപ്പോൾ ആ വായിക്കുന്ന സമയത്ത് ഇതുപോലൊരു സിസ്റ്റർ ആകണം എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതാണ് എന്നെ നയിച്ചതെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഞാൻ കേട്ടിട്ടുണ്ട് സിസ്റ്റർ കുട്ടിക്കാലത്ത് കാതുകുത്തേണ്ട സമയം വന്നപ്പോൾ കാതുകുത്താൻ സമ്മതിച്ചില്ല. കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ തീരെ കൊച്ചായിരിക്കുന്ന സമയത്തല്ല, ഹൈസ്കൂൾ കാലഘട്ടത്തിലാണ്. കാതുകുത്താൻ സമ്മതിച്ചില്ല. അന്ന് തന്നെ കോൺവെൻറ്റിൽ ചേരണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഒരു സാഹചര്യം എന്തായിരുന്നു? അതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു സമയത്ത് സാധാരണ വലിയമ്മച്ചിമാരൊക്കെയാണ് കാതു കുത്തുന്നത്. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി കുത്തുന്ന പതിവൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് ഡാഡി സമ്മതിച്ചില്ല, വലുതായിട്ട് കുത്തിയാൽ മതി എന്നൊരു തീരുമാനം എടുത്തിരുന്നു. ചേച്ചി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കാത് കുത്താമെന്ന് തീരുമാനം എടുത്തു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു, എന്നാൽ നിൻ്റെയും കൂടെ കുത്തിക്കോ, 2 പേരുടെയും ഒരുമിച്ച് കാത് കുത്താമെന്ന്. പക്ഷേ ആ സമയത്തൊക്കെ എൻ്റെ ഉള്ളിൽ കുറച്ചും കൂടെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, സിസ്റ്റർ ആകണം എന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ മനസ്സിൽ പറഞ്ഞു, എന്തായാലും ഞാൻ സിസ്റ്റർ ആകുവാണ്, സിസ്റ്റർ ആകുന്നില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കാത് കുത്താം. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു, എൻ്റെ കാത് കുത്തണ്ട, എനിക്കിപ്പം കുത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ കാത് കുത്തിയില്ല, ചേച്ചിയുടെ കാത് കുത്തി. അപ്പോൾ സിസ്റ്ററിന് എത്ര വ്യത്യാസമുണ്ട്, പ്രായ വ്യത്യാസം? ഞാനും ചേച്ചിയും തമ്മിൽ 1.5 വയസ്സിന് വ്യത്യാസമുള്ളൂ. ചേച്ചി 10ൽ പഠിക്കുമ്പോൾ ഞാൻ 9ലാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ പോയത്. അതുകൊണ്ട് തന്നെ ഞാനും ചേച്ചിയും തമ്മിൽ നല്ലൊരു കൂട്ടാണ്. ഇപ്പോഴും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് ചേച്ചിയായിട്ട്. ചേച്ചിയും പിന്നെ പെട്ടെന്ന് തന്നെ കോൺവെന്റിലേക്ക് പോയോ? 10th-ലാണ് കാത് കുത്തുന്നത്, പക്ഷെ അധികകാലം കമ്മലിട്ട് നടക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ട് കാണില്ല. ഇല്ലില്ല, ചേച്ചി ഡിഗ്രി കഴിഞ്ഞു, ഫുൾ ടൈമർ ആയിരുന്നു. ജീസസ് യൂത്ത് ഫുൾ ടൈമർ. ചേച്ചി ആലപ്പുഴയിലായിരുന്നു. അത് കഴിഞ്ഞാണ് ചേച്ചി കോൺവെൻറ്റിലേക്ക് പോകുന്നത്. ചേച്ചി കോൺവെൻറ്റിൽ പോകുന്ന സമയത്ത് ഞാൻ ആയുർവേദത്തിന് പഠിക്കാനായിട്ട് ഷിമോഗയിലായിരുന്നു. അതുകൊണ്ട് പോയതൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല.
അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ചേച്ചിയും പോകുന്നത്. അപ്പോൾ ചേച്ചി ഒരു ജീസസ് യൂത്ത് അനുഭവത്തിലൂടെ അതിന് ശേഷമാണ് അല്ലേ, ഒരു ജീസസ് യൂത്ത് അനുഭവങ്ങളിലൂടെ വന്നതിന് ശേഷമായിരിക്കും. ശരിക്കും ചേച്ചിയാണ് ജീസസ് യൂത്തിലേക്ക് ഞങ്ങളെ നയിച്ചത്. കാരണം ചേച്ചി PDCക്ക് പഠിച്ചത് പാല അൽഫോൻസ കോളേജിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ചേച്ചി ജീസസ് യൂത്തായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ വന്നു. അപ്പം കാസർഗോഡ് വീട്ടിലെത്തുമ്പോൾ കാസർഗോഡ് സോണുമായിട്ട് ബന്ധം വന്നു. അപ്പം ഞാൻ പഠിച്ച് SLC കഴിഞ്ഞപ്പം എന്നെ അങ്ങോട്ട് വിട്ടില്ല. നാട്ടിലേക്ക് പോകുന്നത് കൊണ്ട് ഒത്തിരി ദൂരെ ആയതുകൊണ്ട് ഞാൻ ശ്രീകണ്ഠാപുരം SES കോളേജ് അവിടെയാണ് പഠിച്ചത്. അപ്പോൾ ആ കോളേജിലും ഇതുപോലെ ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി വഴിയാണ് ശരിക്കും ഞങ്ങളുടെ ഫാമിലി മൊത്തം ഒരു ജീസസ് യൂത്ത് ഫാമിലി ആയെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ജീസസ് യൂത്തുമായിട്ടുള്ള ബന്ധം ശരിക്കും എൻ്റെ ദൈവവിളിയിൽ ഒത്തിരി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫുൾ ടൈമറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറെ കൂടി ജീസസ് യൂത്ത് മൂവ്മെന്റിനെ കൂടുതൽ ആ കുടുംബത്തിന് അറിയാനുള്ള സാഹചര്യവും കാര്യങ്ങളെല്ലാം. കാരണം ചേച്ചിയുടെ ബാച്ചിലുള്ള ഫുൾ ടൈമേഴ്സും പിന്നെ ആരെങ്കിലുമൊക്കെ അവരുടെ ആനിമേറ്റേഴ്സും ഡയറക്ടർ അച്ഛന്മാരും ഒക്കെ വന്നു കഴിയുമ്പം എന്തായാലും അവർ നമ്മുടെ കുടുംബത്തിലും വരും. ചിലപ്പോൾ ഒരു ദിവസം കിടക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ കുറേ പേരുമായിട്ട് ഒരു ബന്ധം വരാൻ അത് കാരണമായി. സിസ്റ്റർ പിന്നീട് എന്താണ് ഈ ഒരു തീരുമാനം എടുക്കാൻ ഇത്ര വൈകി പോയത്? ഈ ഇത്രയും പഠനങ്ങൾക്ക് ശേഷം കോൺവെന്റിലേക്ക് പോകാനുള്ള തീരുമാനം ഇത്ര ഒരു ഡിലേ വന്നത് എന്തുകൊണ്ടാണ്? ഡിലേ വന്നതെന്ന് വെച്ചാൽ SLC കഴിഞ്ഞ സമയത്ത് വീട്ടിൽ നിന്ന് ആരും പ്രത്യേകിച്ച് ദൈവവിളി ക്യാമ്പുകളുണ്ട്, പക്ഷെ ആരും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചൊന്നുമില്ല, പോകാൻ നിർബന്ധിച്ചില്ല. നമുക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും എങ്ങനെ പോകണമെന്നൊരു ചിന്ത ആരും അതിനുവേണ്ടി ഗൈഡ് ചെയ്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് PDCക്ക് പോയി. PDCക്ക് പഠിക്കുന്ന സമയത്താണ് ജീസസ് യൂത്തായിട്ടുള്ള ബന്ധം. അപ്പോൾ ആ ഒരു സമയത്ത് ഫുൾ ടൈമർ ആകുക അതൊരു തീക്ഷ്ണതയായിരുന്നു. അപ്പോൾ ഉള്ളത് എന്താണ്, PDC കഴിയുക, ഡിഗ്രി പഠിക്കുക, ഫുൾ ടൈമർ ആകുക, കോൺവെൻറ്റിൽ ചേരുക. ആ ഒരു തീക്ഷ്ണതയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു സമയത്ത് സിസ്റ്റർ ആകണം എന്നുള്ള ചിന്തയേക്കാൾ ഉപരി ഫുൾ ടൈമറായിട്ട് ഈശോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് പോവുക എന്നുള്ളതായിരുന്നു. പിന്നെ ചേച്ചി PDC കഴിഞ്ഞ് വന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ മഠത്തിൽ ചേരുന്ന കാര്യം വീട്ടിൽ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ചേച്ചി അൽഫോൻസ കോളേജിൽ പഠിച്ചു FCCക്കാരുടേതാണ്. അപ്പോൾ അവരുടെ മിഷൻ പ്രദേശത്തേക്ക് പോകണമെന്ന വലിയ തീക്ഷ്ണതയോടെ ചേച്ചി വന്നത്. ചേച്ചി വന്ന സമയത്ത് ഞങ്ങളുടെ പാപ്പന്മാരും ചേട്ടന്മാരൊക്കെ ഉണ്ട്, MST ഫാദേഴ്സാണ്. അപ്പം അവർ പറഞ്ഞു പോകണമെങ്കിൽ ഡിഗ്രി പഠിച്ചോളുക, ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ടും പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയിക്കോ, അല്ലെങ്കിൽ മിഷനിലേക്ക് എന്തായാലും പോകണ്ട, ഒത്തിരി പ്രശ്നങ്ങളാണ്, നിങ്ങൾക്ക് പിന്നെ പ്രശ്നങ്ങളുണ്ടാവും, അതുകൊണ്ട് ഉറച്ച തീരുമാനം എടുത്തിട്ട് പോയാൽ മതിയെന്ന്. അപ്പോൾ അതുകൊണ്ട് ചേച്ചി അത് കഴിഞ്ഞു. ചേച്ചി ഡിഗ്രി പഠിക്കാനായിട്ട് ചേർന്നു. കാസർഗോഡ് തന്നെയായിരുന്നു. ആ ഒരു സമയത്ത് അങ്ങനെ ഒരു തീരുമാനം ചേച്ചി എടുത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. പിന്നെ ചേച്ചി PDCക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ ദൈവവിളിയെ സ്വാധീനിച്ച വേറൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ FCCയിലേക്ക് കടന്നു വരാൻ കാരണം ചേച്ചി അവിടെ ചെന്നു. പ്രത്യേകിച്ച് FCCക്കാരുടെ കോളേജാണ്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഓണത്തിന് വന്നപ്പോൾ തന്നെ ഫ്രാൻസിസ് പിതാവിൻ്റെ ഒരു പുസ്തകം ക്ലാര പുണ്യവതിയുടെ, ഞാൻ പുസ്തകപ്പുഴുവായതുകൊണ്ട് അത് കിട്ടിയ ഉടനെ ഞാനത് വായിച്ചു തീർത്തു. പക്ഷെ എന്നെ സംബന്ധിച്ച ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ പുസ്തകങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട്, പക്ഷേ ഈ ഒരു ഫ്രാൻസിസ് പിതാവിൻ്റെ പുസ്തകം വായിച്ചു, ഫ്രാൻസിസ് അസീസി സ്നേഹഗായകൻ എന്ന പുസ്തകം. അപ്പോൾ ആ ഒരു പുസ്തകം വായിച്ച് കുറേ അങ്ങ് എത്തിയുമ്പോൾ ശരിക്കും നമുക്കൊരു എന്താ പറയണ്ടേ, ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു അനുഭവം നമ്മുടെ ഉള്ളിലേക്ക് തമ്പുരാൻ വിളിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പിതാവിൻ്റെ ജീവിത രീതി പിന്തുടരാൻ ഒരു വലിയൊരു ആകർഷണം. വേറൊരു പുസ്തകം വായിച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അന്ന് ഞാൻ ഉള്ളിൽ തീരുമാനിച്ചു. പക്ഷേ FCC അങ്ങനെ സിസ്റ്റേഴ്സ് അതൊന്നും പ്രത്യേകിച്ച് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഞാൻ സിസ്റ്റർ ആയാൽ ഈ ഫ്രാൻസിസ് പിതാവിൻ്റെ ഒരു മഠത്തിൽ, അതാണ് ഞാൻ ചിന്തിച്ചത്, ഫ്രാൻസിസ് പിതാവിൻ്റെ ഒരു മഠത്തിൽ ചേരും. പിന്നെ ക്ലാര പുണ്യവതിയുടെ ജീവിതം, വീട്ടുകാരത്ര എന്താ പറയുക, വീട്ടുകാർ സമ്മതം കൊടുക്കാനിട്ട് പോലും ധീരതയോടെ പുറംവാതിലൂടെ ഇറങ്ങിപ്പോകാൻ തക്ക വിധത്തിലുള്ളൊരു തീക്ഷ്ണത, അതെന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. ആ ഒരു രണ്ട് ഘടകവും പിൻകാലത്ത് എനിക്ക് മനസ്സിലായി തമ്പുരാൻ തന്നതായിരുന്നു എന്ന്. തമ്പുരാൻ നമ്മളെ ഗൈഡ് ചെയ്ത അനുഭവങ്ങളാണെന്നുള്ളത് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം മഠത്തിൽ ചേരുന്ന തീരുമാനം എടുത്തു കഴിഞ്ഞപ്പം പല കോൺഗ്രിഗേഷനിൽ നിന്നും വിളിച്ചു. അതൊരു കൺഫ്യൂഷനായിരുന്നു ആ ഒരു സമയത്ത്. എങ്കിലും ലാസ്റ്റ് തമ്പുരാൻ ആ ഒരു വഴിയിലേക്ക് തന്നെ എന്നെ നയിച്ചു. അപ്പോൾ കോൺവെന്റിൽ ചേരുന്നത് ഡിഗ്രിക്ക് പോയില്ല അല്ലേ? പ്രീ ഡിഗ്രി കഴിഞ്ഞ് നേരെ BAMSനാണ് പോകുന്നത്? ഇല്ല, പ്രീ ഡിഗ്രി കഴിഞ്ഞു. ആ ഒരു സമയത്ത് വലിയ ഫുൾ ടൈമർ ആകാനുള്ള തീക്ഷ്ണത, അപ്പം ഡിഗ്രി എടുക്കണം. പിന്നെ നേഴ്സിങ്ങിന് പോകാനായിരുന്നു ശരിക്കും എൻ്റെ ഉള്ളിൽ ആഗ്രഹം. പക്ഷേ വീട്ടുകാർ സമ്മതിച്ചില്ല. കാരണം ഞാൻ ഒത്തിരി വീക്കായിരുന്നു എൻ്റെ ആരോഗ്യം. ആ ഒരു സമയത്ത് നേഴ്സിംഗ് പ്രൊഫഷൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഡിഗ്രിക്ക് പോയി ചേർന്നു. സുവോളജി ആയിരുന്നു ഞാൻ മെയിനായിട്ട് എടുത്തിരുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ആ ഒരു സമയത്ത് ഒരു 2 മാസം കഴിഞ്ഞപ്പം ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നിർമ്മലഗിരി കൂത്തുപറമ്പ് കോളേജ്, തലശ്ശേരി രൂപതയുടെ കോളേജാണ്. അപ്പോൾ അവിടെ വെച്ച് ജീസസ് യൂത്തിൻ്റെ ഒരു വലിയൊരു പ്രോഗ്രാം നടന്നു. ശരിക്കും നമ്മൾ ഒത്തിരി ഫ്രീഡം അനുഭവിച്ച, സ്വാതന്ത്ര്യം അനുഭവിച്ചൊരു ധ്യാനമായിരുന്നു അത്.
അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ആയുർവേദത്തിന് വേണ്ടി കിട്ടുന്നത്. എൻ്റെ ഒരു പാപ്പനുണ്ട്, ആൾ വൈദ്യനായിട്ട് ഷിമോഗ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പുതിയ കോളേജ് തുടങ്ങിയതാണ്. അപ്പോൾ റാഗിങ്ങിൻ്റെ പ്രശ്നമില്ല, അപ്പോൾ എന്തായാലും ചേർക്കാമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ബാച്ച്. അപ്പോൾ അങ്ങനെ കിട്ടി. പക്ഷെ എനിക്ക് ഒത്തിരി വിഷമമായിരുന്നു പോയപ്പം, കാരണം ഫുൾ ടൈമർ ആകുക എന്നതായിരുന്നു മനസ്സിലെ ആഗ്രഹം മൊത്തം. അപ്പം പോകുന്ന വഴിക്ക് ബസ്സിലിരുന്ന് മൊത്തം ഞാൻ പ്രാർത്ഥിച്ചു എങ്ങനെയെങ്കിലും ഇത് മുടങ്ങി പോകണമെന്ന്. പക്ഷേ മുടങ്ങിയൊന്നുമില്ല. അപ്പോൾ 1 മാസം കഴിഞ്ഞ് 3-ാമത്തെ മാസം അങ്ങനെ ഷിമോഗയിലോട്ട് പോയി. അവിടെ പിന്നീട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. കോഴ്സ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ ആകെ 2 മലയാളീസേ ഉള്ളൂ. PDCക്ക് എൻ്റെ കൂടെ തന്നെ പഠിച്ച ജിനി എന്ന കുട്ടി, അവൾ കുടിയാമലയാണ് അവളുടെ വീട്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ സെറ്റിൽഡായിട്ട് ഡോക്ടറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു. അപ്പം ഞങ്ങൾ 2 മലയാളീസും 2 ക്രിസ്ത്യൻസ്, ആകെ ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ബാക്കി മൊത്തം ഹിന്ദുസാണ്. അപ്പം ഞങ്ങൾ 2 പേരായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കാരണം പ്രത്യേകിച്ച് ഇംഗ്ലീഷ് അത്ര അറിയത്തില്ല, പിന്നെ കന്നഡയാണ്. അപ്പം നമുക്കാകെ അറിയാവുന്ന മലയാളം. അപ്പം ആദ്യത്തെ കുറേ നാളുകൾ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പം എല്ലാ ദിവസവും ഞാൻ ബൈബിൾ എടുത്തിരുന്ന് ടീച്ചറ് ഒത്തിരി ഇരുന്ന് കരയും. പിന്നെ ചോദിക്കും എന്തിനാ എന്നെ കൊണ്ടുവന്നത്, ഞാൻ സിസ്റ്റർ ആകാൻ വേണ്ടി ആഗ്രഹിച്ചു, നീ ഇതുകൊണ്ട് എന്താ ആഗ്രഹിക്കുന്നത്. പക്ഷേ കാരണം ഒരു ഡോക്ടറായിട്ട് സിസ്റ്ററായി എന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല ആ സമയത്ത്. അപ്പം ഇനി ഡോക്ടറായി കഴിഞ്ഞാൽ എങ്ങനെ സിസ്റ്ററാകും, വീട്ടുകാർ സമ്മതിക്കുമോ, അങ്ങനെ ഒരു ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പം ആ സമയത്തൊക്കെ തമ്പുരാൻ ഇങ്ങനെ ഇരുന്ന് എന്നും രാവിലെ എണീറ്റ് ആദ്യം ചെയ്യണ ബൈബിൾ എടുത്ത് വെച്ചിട്ട് ഇരിക്കുകയാണ്. കുറേ ഇരുന്ന് കരയും, കുറേ പ്രാർത്ഥിക്കും, എന്നിട്ട് വചനം തുറക്കും. അപ്പോൾ എപ്പോഴൊക്കെ ഞാൻ വചനം തുറന്നോ, പ്രത്യേകിച്ച് എൻ്റെ വിളിയെക്കുറിച്ച് ആഗ്രഹിച്ച് ചോദിച്ച് ഞാൻ വചനം തുറക്കുമ്പോഴൊക്കെ തമ്പുരാൻ ഒത്തിരി ആശ്വാസം തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന അപ്പസ്തോലന്മാരെ വിളിക്കുന്ന കുറേ ഭാഗങ്ങൾ. അപ്പോൾ എനിക്ക് ഉറപ്പാവും, ഓക്കെ ഈശോ വിളിക്കുന്നുണ്ട്, അടച്ചു വെച്ച് ഞാൻ പഠിക്കാൻ പോകും. അങ്ങനെ പിന്നെ ഒത്തിരി കുറേ നാൾ കഴിഞ്ഞു ചേച്ചിയുടെ ബാച്ചിലെ ഫുൾ ടൈമേഴ്സ് അവിടെ വന്നു. ഷിമോഗയിൽ 2 പേര് വന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് വീണ്ടും സന്തോഷമായിരുന്നു, കാരണം ഞങ്ങൾ ആഗ്രഹിച്ചൊരു ഫുൾ ടൈമർഷിപ്പ് അവരിലൂടെ കിട്ടി. അപ്പം ഞങ്ങൾ ഷിമോഗ മിഷൻ അവരവിടെ ഫുൾ ടൈമറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. 2 പേര് വന്നു, ടെസ് ചേച്ചിയും ഫ്രിജു എന്ന് തന്നെ ചേട്ടനും. അപ്പം ഞങ്ങൾ ആ ഒരു സമയത്ത് ഷിമോഗ MCBS അച്ഛന്മാരുടെ മിഷനായിരുന്നു. അപ്പം ശരിക്കും നല്ല പ്രോത്സാഹനമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. അപ്പം ഞങ്ങൾ ഇവരുടെ കൂടെ ഈ ചേച്ചിയുടെയും ചേട്ടൻ്റെയും കൂടെ എല്ലാ ഇടവകളും കയറി ഇറങ്ങും, അവിടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്ത 2 വർഷങ്ങളായിരുന്നു. അപ്പം ആ ഒരു ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനം ഞങ്ങൾക്ക് അവിടെയും തുടരാൻ സാധിച്ചു. ഈവൻ ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ ക്രിസ്ത്യൻസായിട്ട്, എങ്കിൽ പോലും ഞങ്ങൾക്ക് പറയാൻ സാധിക്കും കുറേ കുട്ടികളേക്ക് തമ്പുരാനെ കൊടുക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ കൊന്ത, പിന്നെ വചനപ്പെട്ടി ഉണ്ട്, അത് ഇംഗ്ലീഷും മലയാളവും ഞങ്ങൾ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ഇംഗ്ലീഷിൽ എല്ലാ കുട്ടികളും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അവർ വന്ന് ഇംഗ്ലീഷ് എടുക്കും. അപ്പം ഞങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ ഞങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കും. പക്ഷേ ഒരു 4 വർഷം കൊണ്ട് കുറേ പേരെങ്കിലും തമ്പുരാനിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചു. പിന്നീട് എപ്പോഴാണ് സിസ്റ്റർ കോൺവെൻറ്റിൽ ചേരാനായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നത്? ആ ഒരു ഡിസേൺ ചെയ്ത് ഇത് തന്നെയാണ് എൻ്റെ ദൈവനിയോഗം എന്നുറപ്പിച്ച് ആ ഒരു തീരുമാനമെടുത്തത് എപ്പോഴാണ്? ഈ ഒരു പഠിക്കുന്ന സമയത്ത് ആദ്യം കുറേ നാളുകൾ ഇങ്ങനെ വിഷമം ഉണ്ടായിരുന്നു, പിന്നെ അത് വിട്ടു. പക്ഷെ ഞാനൊരു 4th ഇയർ 3rd ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക്, കാരണം ചേച്ചി ഫുൾ ടൈമർഷിപ്പ് കഴിഞ്ഞു, ചേച്ചി കോൺവെൻറ്റിൽ ചേർന്നു. പിന്നെ എൻ്റെ PDCക്ക് പഠിക്കുമ്പോൾ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചൊരു കുട്ടിയാണ് സിമി എന്ന്, കൊട്ടക്കരയിലാണ് വീട്. ഇപ്പോൾ സിസ്റ്റർ എൽസ. അപ്പം ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. അവർ 3 പെൺകുട്ടികളാണ്. അപ്പോൾ ഇവള് മൂത്ത കുട്ടി. അപ്പോൾ എന്നെ ചേച്ചി എന്ന ലെവലിൽ ഞങ്ങൾ ചേച്ചിയും അനിയത്തിയും അങ്ങനെ ഞങ്ങൾ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം സിമി PDC കഴിഞ്ഞ് സിമി കോൺവെൻറ്റിൽ ചേർന്നു. 2000 അവളുടെ വെസ്റ്റീഷൻ, ഞാൻ ആദ്യം കൂടുന്ന വെസ്റ്റീഷൻ സിമിയുടേതാണ്. അപ്പം എനിക്ക് ആ ചേച്ചി കോൺവെൻറ്റിൽ ചേർന്നു, ഇവൾ സിസ്റ്ററായി. ഇത് രണ്ടും ഭയങ്കരമായിട്ട് എന്നെ ഷോക്ക് ചെയ്തു. അപ്പം കുറേ ദിവസങ്ങൾ ഞാനിരുന്ന് കരയുമായിരുന്നു, കാരണം ഇവർ രണ്ടും പോയി, ഞാൻ മാത്രം എന്തുകൊണ്ട് പോകണില്ല. അങ്ങനെ ഒരു ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ആ ഒരു സമയത്ത് ഒരു ദിവസം ഞങ്ങൾ ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ അച്ഛനുണ്ട്, ഫാദർ മാത്യു ഓലിക്കൻ. അപ്പോൾ ഒരു ദിവസം ഞാൻ അച്ഛനോട് ഞാൻ വണ്ടിയിലിരുന്ന് ഷെയർ ചെയ്തു, അച്ഛാ എനിക്കും ഇങ്ങനെ കോൺവെൻറ്റിൽ ചേരണം എന്നാണ്, പക്ഷെ എന്ത് ചെയ്യണം, എനിക്ക് ചിന്ത വന്നുകൊണ്ടിരിക്കുക. കാരണം ആ ഒരു സമയത്ത് ആരെങ്കിലും എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഉറപ്പാണ് ഞാൻ ആ കോഴ്സ് വിട്ടിട്ട് പോയേനെ. പക്ഷെ ദൈവാനുഗ്രഹത്താൽ ആരും വിളിച്ചില്ല. അപ്പോൾ അച്ഛനോട് ഇങ്ങനെ ഞാൻ ഷെയർ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, അച്ഛൻ ഞാൻ സിസ്റ്റർ ആകുമെന്ന് തമ്പുരാൻ ഉറപ്പുണ്ടെങ്കിൽ ഈ ഒരു ചിന്ത, കാരണം എനിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല, ശക്തമായിട്ട് ചിന്ത വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ചിന്ത എനിക്ക് മാറിക്കിട്ടണം, ഞാൻ തമ്പുരാൻ്റേതാകുമെന്ന് തമ്പുരാൻ ഉറപ്പുണ്ടെങ്കിൽ ഈ ചിന്ത എനിക്ക് മാറിക്കിട്ടണം. അങ്ങനെ ഒരു പ്രാർത്ഥന. അപ്പം അച്ഛൻ പറഞ്ഞു, ഓക്കെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു ദിവസം കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് ആ ഒരു ചിന്ത വന്നിട്ടില്ല.
ഞാനൊരു സാധാരണ കുട്ടിയെ പോലെ പഠിച്ചു, എല്ലാവരോടും കൂട്ടായിരുന്നു, എല്ലാവരുമായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിച്ചു എന്ന് പറയാം. പക്ഷേ ഒരിക്കൽ പോലും ഈ ഒരു ചിന്ത എനിക്ക് വന്നില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, പ്രത്യേകിച്ച് നമ്മൾ സ്റ്റുഡൻസ് മിക്സഡ് കോളേജാണ്, ഒത്തിരി പ്രശ്നങ്ങളും പരിചയപ്പെടലും ഒക്കെ വരാം, ഫ്രണ്ട്ഷിപ്പിലും ഒക്കെ. പക്ഷേ തമ്പുരാൻ്റേതാകണം എന്നൊരു ചിന്തയുള്ളത് കൊണ്ട് മാത്രം എനിക്ക് ഒരിക്കലും ഒരു തെറ്റായ വഴിയിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. കാരണം എത്ര ഫ്രണ്ട്ഷിപ്പ് വരുമ്പോഴും ഞാൻ എൻ്റെ ഈശോയുടേതാണ്, ആ ഒരു ചിന്ത അറിയാതെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി മോശമായ കൂട്ടുകെട്ടിലേക്ക് പോയ കുറേ കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊക്കെ ഈശോ അവസരം തന്നു. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് സത്യത്തിൽ ഒരു സിസ്റ്റർ ആയില്ലെങ്കിൽ തന്നെ ഒരു സിസ്റ്ററിന്റെ മിഷൻ സിസ്റ്ററിലൂടെ നേരത്തെ തമ്പുരാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് എനിക്ക് തോന്നുന്നു ജീസസ് യൂത്ത് പ്രവർത്തനം കൊണ്ടായിരിക്കും അത്രയും തമ്പുരാൻ പ്രവർത്തിച്ചത്. കാരണം നമ്മൾ ആ ഒരു സമയത്ത് ഭയങ്കര തീക്ഷ്ണത, ഈശോയെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊരു ഭയങ്കര തീക്ഷ്ണതയാണ്. കുറേ കുട്ടികൾ അതിന് വേണ്ടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ഒരു തീക്ഷ്ണത. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പഠനം കഴിഞ്ഞു, ഇന്റേൺഷിപ്പ് തുടങ്ങി. ഇന്റേൺഷിപ്പ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ മാറിയിരുന്നു ആ സമയത്ത്, ഫാദർ ജോസ് തൊട്ടാങ്കര, കഴിഞ്ഞ MCBSന്റെ പ്രൊവിൻഷ്യലായിരുന്നു കോഴിക്കോട്. അച്ഛനാണ് ഞങ്ങളുടെ വികാരച്ചനും ഡയറക്ടറായിട്ട് വന്നത്. അപ്പോൾ ഇന്റേൺഷിപ്പ് തുടങ്ങി 2-3 മാസമായപ്പം വീണ്ടും ഈ ഒരു ചിന്ത പൊങ്ങി വന്നു. അത്രയും നാൾ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. വീണ്ടും ഈ ചിന്ത പൊങ്ങി വന്നപ്പം എനിക്ക് ആകെ അസ്വസ്ഥതയായി. കാരണം എന്നെ പഠിപ്പിച്ചു, ലോണെടുത്ത് പഠിപ്പിച്ചു, ഉടനെ ഞാൻ സിസ്റ്റർ ആകാൻ പോയി, എങ്ങനെ ശരിയാകും, വീട്ടുകാരെന്ത് പറയും എന്നൊക്കെ ആകെ കൺഫ്യൂഷൻ. പിന്നെ ചേച്ചി മഠത്തിൽ ചേർന്നതുകൊണ്ട് തന്നെ ആങ്ങളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഉറപ്പാണ്. അപ്പം ഇപ്പോൾ വരുന്ന ഒരു ദിവസം ഞാൻ അച്ഛനോട് ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ജോലി ചെയ്യുക, തമ്പുരാൻ്റെ സമയമാകുമ്പം വീട്ടുകാരുടെ തടസ്സവും മാറി തമ്പുരാൻ നിന്നെ കൊണ്ടുപോയിക്കോളും. ആ ഒരു വചനം അച്ഛൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു ധൈര്യം പകർന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ വീണ്ടും അത് കഴിഞ്ഞിട്ട് വന്ന് കോഴിക്കോടാണ് ജോലിക്ക് പ്രവേശിച്ചത്. ഈ സമയത്ത് അപ്പോൾ വീട്ടിൽ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ടോ? ഇങ്ങനെ ഒരു ചിന്തയുണ്ട് എന്നുള്ള രീതിയിൽ വീട്ടിൽ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചേച്ചി ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി ഷെയർ ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. അപ്പോഴൊക്കെ ഞങ്ങളെ വഴക്കുണ്ടാക്കും. അത് കഴിഞ്ഞ് ചേച്ചി മഠത്തിൽ ചേർന്നു. ഞാൻ ജോലി ചെയ്യുന്ന സമയത്താണ് സിസ്റ്റർ ആകുന്നത്. ആ സമയം വരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. എപ്പോഴെങ്കിലും സംസാരിച്ചാൽ അത് അവസാനം മമ്മി കരച്ചിലാവും, ഇല്ലെങ്കിൽ ആങ്ങളെ വഴക്കുണ്ടാക്കും, ആ ഒരു സംഭവത്തിലാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ച് ഷെയർ ചെയ്തിട്ടില്ല. എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ ശരിക്കും ഞാൻ പറഞ്ഞാൽ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കാരണം പ്രത്യേകിച്ച് കാത് കുത്താത്തത് കൊണ്ട് കുറേ സിസ്റ്റേഴ്സ്, ഈവൻ ഞങ്ങളുടെ ആ സമയത്ത് ഞങ്ങളുടെ പനത്തടിയിൽ ഞങ്ങളുടെ അഡോറേഷൻ സിസ്റ്റേഴ്സായിരുന്നു. അപ്പം അല്ലെങ്കിൽ ഞാൻ PDCക്ക് പഠിക്കുമ്പം BEd പഠിക്കുന്ന കുറേ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മളെ വിളിക്കും, കാത് കുത്താത്തതുകൊണ്ട് പ്രത്യേകിച്ച് മടത്തി വരാൻ ആഗ്രഹമുണ്ടല്ലേ എന്ന് ചോദിക്കും. അപ്പം ഞാൻ ഒരിക്കലും ആരോടും പറയില്ല. അപ്പം ഞാൻ തിരിച്ചു ചോദിക്കും, കല്യാണം കഴിച്ചാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ, അങ്ങനെ തിരിച്ചു ചോദിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു എൻ്റേത്. അപ്പം അതുകൊണ്ട് ആരും വിചാരിച്ചില്ല ഞാൻ സിസ്റ്റർ ആകുമെന്ന്. പിന്നെ എപ്പോഴാണ് ഈ ഒരു തീരുമാനം? 3 വർഷം കോഴിക്കോട് വർക്ക് ചെയ്തു അല്ലേ? കോഴിക്കോടല്ല, ആദ്യം ഞാൻ ജോലിക്ക് കയറിയത് കട്ടപ്പനയിലാണ്, ആശ്രമം ആയുർവേദിക്സ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ജോലിക്ക് കയറി 2 മാസം കഴിഞ്ഞപ്പോഴാണ് ചേച്ചിയുടെ വെസ്റ്റേഷൻ വന്നത്. ആ ഒരു സമയത്ത് മനസ്സിലൊത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു, എന്താ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കാരണം പഠിക്കണം, വീട്ടുകാരെ സഹായിക്കണം എന്നൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഒരു പ്രത്യേകത, ഞങ്ങളുടെ അപ്പോൾ ആ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് പഠനം കഴിഞ്ഞു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, കാരണം ഞങ്ങളവിടെ ഷിമോഗ മിഷനായിരുന്നു, പള്ളിയിൽ സൺഡേയിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ, പ്രത്യേകിച്ച് മലയാളം കുർബാന കിട്ടണമെങ്കിൽ. എങ്കിലും ഞങ്ങൾ രണ്ടുപേരും തീഷ്ണത കൊണ്ട് ഞങ്ങൾ പോകും. ഏതെങ്കിലും കന്നഡ പള്ളി, ലാറ്റിൻ കുർബാനയാണ് ഇട ദിവസങ്ങളിൽ ഞങ്ങളിങ്ങനെ ഇറങ്ങി നടക്കും. അപ്പോൾ ഒരു പള്ളി കണ്ടുപിടിച്ചു. പക്ഷെ ലാറ്റിൻ കുർബാനയാണ്, നമുക്കൊന്നും മനസ്സിലാവില്ല, ഇരുന്നു എണീക്കുന്നു, ആമേൻ പറയുന്നു, പോരുന്നു. എങ്കിലും ഞങ്ങൾക്കൊരാഗ്രഹം കൊണ്ട് ഞങ്ങൾ അങ്ങനെ പോകുമായിരുന്നു. പഠനം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥന, തമ്പുരാനെ എനിക്ക് എന്നും പള്ളിയിൽ പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എനിക്ക് ജോലി കിട്ടണം, അതൊരു പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കട്ടപ്പന ജോലി കിട്ടി. ശരിക്കും പറഞ്ഞാൽ അത് FCC സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലാണ്, വർക്കിംഗ് വിമൻസിൻ്റെ ഹോസ്റ്റലാണ് ഞാൻ നിന്നത്. അപ്പം ഒരു ഹോസ്പിറ്റൽ അടുത്തുണ്ട്, പിന്നെ ഇടവക ഫൊറോന ചർച്ചുണ്ട്. അപ്പോൾ ഒരു 4 സ്ഥലത്ത് ഞങ്ങൾക്ക് കുർബാനയുള്ള പോലെ തമ്പുരാൻ ക്രമീകരിച്ചു. ഏത് സമയത്ത് വേണേലും നമുക്ക് കുർബാനയ്ക്ക് പോകാം. പിന്നെ ആ ഒരു സമയത്ത് എനിക്കുണ്ടായിരുന്നൊരു ശീലം, കുറേ നേരം പോയി തമ്പുരാൻ്റെ അടുത്ത് വെറുതെ കുത്തിയിരിക്കുക, പള്ളിയിൽ പോയി ഇങ്ങനെ നോക്കിയിരിക്കും. ഒരു മണിക്കൂറൊക്കെ ഇരിക്കും, ഞാൻ എണീറ്റ് പോരും. ചിലപ്പോൾ എൻ്റെ മനസ്സിലുള്ളതൊക്കെ ഇങ്ങനെ പറയും. ആ ഒരു സ്വഭാവം അന്നോട്ട് തുടങ്ങിയിരുന്നു. അങ്ങനെ അവിടുന്ന് പോന്നു. അത് കഴിഞ്ഞ് കട്ടപ്പനയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ചേച്ചി സിസ്റ്റർ ആകുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും എനിക്ക് ഭയങ്കര
എന്താ ഒത്തിരി ചിന്തകളും വിഷമങ്ങളും ഒക്കെ. അപ്പം ഞാൻ 2-3 പ്രാവശ്യം അവിടെ ധ്യാനിപ്പിക്കാൻ വന്നൊരു അച്ഛൻ്റെ അടുത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വീട്ടുകാർക്ക് അറിയില്ല, ഞാൻ അവരോട് ഷെയർ ചെയ്തിട്ടില്ല. കാരണം ഈ മനസ്സിൻ്റെ എന്താ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷനാണ്. അപ്പം ഒരച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛൻ പറഞ്ഞു, ചേച്ചി പോയതല്ലേ അതേ വഴിക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. പിന്നെ ഓക്കെ അതങ്ങനെ വിട്ടു. പക്ഷേ വീണ്ടും അവിടെ ഒരു വർഷം കഴിഞ്ഞപ്പം വീണ്ടും എൻ്റെ ഉള്ളിൽ ഭയങ്കര ചിന്ത വന്നപ്പോൾ ഞാൻ ഈശോയുടെ അടുത്തിരുന്നു, ഈശോയെ നീ ഉറപ്പ് എനിക്ക് വ്യക്തത തരണം, എന്താ ഞാൻ ചെയ്യേണ്ടത്. അപ്പം വീണ്ടും ബൈബിളുമായിട്ട് പോയി കുത്തിയിരിക്കും. അന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം വചനം തുറന്നപ്പം ഏഷ്യ 54:5 നിൻ്റെ സൃഷ്ടാവാണ് നിൻ്റെ ഭർത്താവ്. ആ ഒരു വചനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു വ്യക്തത പൂർണ്ണമായിട്ടും തമ്പുരാൻ തരുന്ന പോലെ ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ ഈശോയുടേതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വചനം എന്നെ ഒത്തിരി നയിച്ചു. പിന്നെ ഇടയ്ക്ക് തമ്പുരാൻ തരുന്നൊരു വചനമായിരുന്നു, മാതാവിൻ്റെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിയോഗിച്ചു. അത് ജെറമ്യ 1:5. ഈ വചനങ്ങൾ എന്നെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ധൈര്യം പകർന്നു. അപ്പോൾ ആ ഒരു വചനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇതെൻ്റെ തന്നെയാണ്, തമ്പുരാൻ അത് ആഗ്രഹിക്കുന്നത്. അപ്പം ഒരു 3 വർഷം കഴിഞ്ഞപ്പം 2ാമത്തെ വർഷമായപ്പോൾ എല്ലാവരും ഓർത്ത് ഞാൻ മഠത്തിൽ ചേരും, ചേച്ചി അങ്ങനെ പ്രതീക്ഷിച്ചു. പക്ഷെ ആ ഒരു സമയത്താണ് വീട്ടിലിടയ്ക്ക് ഇങ്ങനെ ആലോചനകളൊക്കെ വരുന്നു. അപ്പം ഒരു ദിവസം ചെന്നപ്പം ഡാഡി ഇങ്ങനെ ചോദിച്ചു, നീ എന്താ തീരുമാനിക്കണേ? കാരണം നാട്ടുകാർ മൊത്തം വീട്ടിൽ ചോദിക്കാൻ തുടങ്ങി, ബന്ധുക്കളുടെ അന്വേഷണം. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ ഡാഡിയോടും മമ്മിയോടും പറഞ്ഞു, എനിക്ക് വേണ്ടി ആരും നോക്കിയൊന്നും വെക്കണ്ട, ഞാൻ എന്തായാലും മഠത്തിൽ പോകുമെന്ന് പണ്ട് പറഞ്ഞിരുന്നല്ലേ, ഞാൻ മഠത്തിൽ പോകും എന്ന് പറഞ്ഞു. പക്ഷെ ആങ്ങളെ സപ്പോർട്ടല്ലായിരുന്നു, അവന് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ അവൻ അമ്പിനും വില്ലിനും സമ്മതിക്കില്ല പോകാൻ. അപ്പോൾ ലാസ്റ്റ് വഴക്കാവും, ചിലപ്പം കരയും തിരിച്ചു പോരും, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു എന്താ ചെയ്യണ്ടേ തമ്പുരാൻ. അപ്പം ഈ അച്ഛൻ എന്നോട് പറയുമായിരുന്നു, നീ പ്രാർത്ഥിച്ചോ, തമ്പുരാൻ്റെ സമയമാകുമ്പം അവൻ സമ്മതിക്കും. അപ്പോൾ ആ ഒരു സമയത്താണ് ആങ്ങളെ M.Com കഴിഞ്ഞു, അവൻ B.Edന് പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചിന്ത, അവൻ B.Edന് പോയി കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടി, അപ്പോൾ അവൻ്റെ മനസ്സ് കുറേ കൂടെ മാറും. അപ്പോൾ ആ ഒരു വർഷം ഞാൻ തീരുമാനിച്ചു, ഞാൻ അടുത്ത വർഷമേ ഞാൻ സിസ്റ്റർ ആകാൻ പോകുന്നുള്ളൂ. അങ്ങനെ വീണ്ടും ഒരു വർഷം അത്ര ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും വീണ്ടും ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എനിക്കൊരു 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം എനിക്ക് പോകണം, ഇനി നിന്നാൽ ശരിയാവില്ല, തീരുമാനമെടുക്കണം എന്നുള്ളൊരു ഘട്ടം വന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അങ്ങനെ കുറേ അനുഭവങ്ങളും ഈശോ തന്നു. കാരണം ലോകത്തിൻ്റെ സ്നേഹം ശാശ്വതമല്ല എന്ന് തെളിയിക്കുന്ന കുറേ അനുഭവങ്ങൾ. പക്ഷെ അതൊക്കെ അനുഭവങ്ങൾ കിട്ടുമെന്നും ഈശോ വ്യക്തത തന്നിരുന്നു. കാരണം ജീവിതത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഓരോരുത്തർ പറയും ഒത്തിരി സഹനം തരുന്നുണ്ട്. സഹനം തരുന്നത് പക്ഷെ നമ്മളൊരിക്കലും ചിന്തിക്കാത്ത ലെവലിലായിരിക്കും. ആ ഒരു സഹനം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായി തമ്പുരാൻ ഈ ലോകത്തിൻ്റെ സ്നേഹത്തിലേക്ക് അല്ല വിളിക്കുന്നത് എന്ന് അങ്ങനെ വന്നു. പിന്നെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ് ഞാൻ ജോലി രാജിവെച്ചു. പിന്നെ ഒരു ദിവസം രാത്രി കിടന്നു കഴിഞ്ഞപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ FCCയിലേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഫ്രാൻസിസ് പിതാവിൻ്റെ മഠത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നീ എനിക്ക് ഒരു ഉറപ്പ് തരണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിടന്നു. പക്ഷേ എനിക്കറിയാം അന്ന് രാത്രി ഞാൻ ഉറങ്ങി എണീറ്റു. പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നു. കുർബാന കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എൻ്റെ മനസ്സ് ഭയങ്കര ശാന്തമായി. പിന്നെ ഒരു കൺഫ്യൂഷൻസ് എൻ്റെ മുമ്പിലില്ലാത്തതുപോലെ. അപ്പം ഞാൻ തീരുമാനിച്ചു, ശരിയാണ്, നമ്മൾ ഏത് സെലക്ട് ചെയ്യാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നു അതിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ മനസ്സ് ശാന്തമാകുന്നത്. അപ്പം ഞാൻ തീരുമാനിച്ചു, ഓക്കെ ഞാൻ FCCയിലേക്കാണ് പോകുന്നത്. അങ്ങനെ FCC സെലക്ട് ചെയ്തു. അപ്പം കോൺവെന്റിൽ പാരന്റ്സിന്റെ ഭാഗത്ത് പിന്നെ പ്രശ്നമൊന്നും അങ്ങനെ എതിർപ്പോ അങ്ങനെയൊന്നും ഉണ്ടായില്ല? ആങ്ങളെ മാത്രമാണ്. ആങ്ങളയ്ക്ക് വിഷമമായിരുന്നു. പിന്നെ മഠത്തിൽ ചേർന്ന് 2-3 വർഷം കഴിഞ്ഞപ്പോഴാണ് അവൻ ശരിക്കും ഒന്ന് ഫ്രീ ആയത്. ഈ കോൺവെന്റിൽ ചേരുന്ന സമയത്ത് അവിടെ ഒപ്പമുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു 17 വയസ്സ് അല്ലേ, 15ഉം 17നും ഒക്കെ ഇടയ്ക്കുള്ള ആളുകളായിരിക്കും കൂടുതൽ. അപൂർവമായിട്ട് കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അവരൊക്കെ ആയിട്ട് യോജിച്ച് പോകാനോ അവരൊരു ഡോക്ടറായിട്ട് കണ്ടോ അല്ലെങ്കിൽ ഒരു അകൽച്ച ഉണ്ടായിരുന്നോ തുടക്കത്തിലത്തെ ദിവസങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യത്തെ കാരണം ഇവരെല്ലാവരും മഠത്തിൽ ചേർന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത്. 1 മാസമൊക്കെ ലേറ്റ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഞാൻ പോയി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളുടെ കമാൻസി എന്ന് പറയും. അപ്പം കമാൻസിൽ വന്ന് 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ധ്യാനം കൂടി പോയി കഴിഞ്ഞിട്ടാണ് വീണ്ടും ഓണത്തിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ആസ്പിരൻസിലേക്ക് പ്രവേശിക്കുക. അപ്പം ആ ഒരു ചെന്ന സമയത്ത് ഇവർക്ക് കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങളാകെ 6 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 കുട്ടികൾ പോയി 4 പേരുണ്ടായിരുന്നു. അപ്പം കുറച്ച് പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു ഡോക്ടറാണ് വരുന്നത്, എങ്ങനെയാണ് എന്നൊക്കെ ഒരു അകൽച്ച ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ അധികം പ്രശ്നം വന്നില്ല. കാരണം നമ്മൾ ഒത്തിരി പേരെ കണ്ടു. പ്രത്യേകിച്ച് ഞാനും അതുപോലെ ആയിരുന്നു. പക്ഷെ ഞാൻ ജീസസ് യൂത്ത് എക്സ്പീരിയൻസും പിന്നെ ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തപ്പോഴാണ് ഞാൻ കുറേ സോഷ്യലായത്. കാരണം നമ്മൾ പേഷ്യൻസ് വന്നു കഴിയുമ്പോൾ നമ്മൾ അവരോട് മിങ്കിൾ ചെയ്ത് സംസാരിച്ച് കുറേയും കൂടി നമുക്ക് അവരെ ഉൾക്കൊള്ളാൻ സാധിക്കും.
അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് കമാൻസിലെ ധ്യാനം കഴിഞ്ഞ് പോയി വീണ്ടും ആ ഒരു സമയത്ത് കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിൽ അവിടെ ഹോസ്പിറ്റലിൽ ട്രെയിനിങ് ആയിട്ട് ഞങ്ങളൊരു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. പക്ഷെ അതിൻ്റെ വന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു കുഴപ്പമില്ല, കിട്ടിയതല്ലേ, അത് ട്രെയിനിങ്ങിന് കഴിഞ്ഞിട്ട് പോരെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഒരു മാസത്തേക്ക് ഞാൻ മഠത്തിൽ ചേർന്ന് കഴിഞ്ഞിട്ട് പോയി മലപ്പുറത്തേക്ക് ഒരു ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വന്നു. അപ്പം വീണ്ടും അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ കൂടെ ചേരുന്നത്. പിന്നീട് എപ്പോഴാണ് ഈ ആയുർപാലന ഹോസ്പിറ്റലിലേക്ക് വരുന്നത്? എപ്പോഴായിരുന്നു? പഠനം കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് വരികയായിരുന്നു, അതോ മറ്റ് എവിടെയെങ്കിലും വർക്ക് ചെയ്തതിന് ശേഷമാണോ ആയുർപാലനയിലേക്ക് വരുന്നത്? ആ ഒരു സമയത്ത് ഞാൻ MD കഴിയുന്ന സമയത്ത് ഞങ്ങൾക്ക് കർണാടകത്തിൽ, ഇപ്പം കർണാടക റീജിയനാണത്, അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, ആയുർവേദത്തിൻ്റെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ വിഷക്കല്ലിൻ്റെ ചികിത്സ ചെയ്യുന്നത്, പാമ്പ് വിഷത്തിൻ്റെ. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, കുറച്ചാൾ അവിടെ പോയി നിൽക്കേണ്ടി വരും, അതിൻ്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ച്, അതായിരുന്നു എൻ്റെ സ്വപ്നം. ഓക്കെ, അവിടെ പോകുന്നു. അപ്പോൾ അതിന് വേണ്ടി ഒരുങ്ങിയാണ് പിന്നെയുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ മൊത്തം നടന്നിരുന്നത്. അപ്പോൾ ഈ ജൂൺ റേറ്റിന് പോകുന്ന സമയത്താണ് പാലക്കാട് നിന്ന് അച്ഛൻ പ്രൊവിൻഷ്യാളമിനെ വിളിക്കുന്നത്. പ്രൊവിൻഷ്യാളമ പറഞ്ഞു ഡോക്ടർ വന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴും വീണ്ടും കുറേ ദൂരേക്ക് വരിക, എൻ്റെ പ്രൊവിൻസ് ഇത്ര എന്നെ പഠിപ്പിച്ചിട്ട് എൻ്റെ പ്രൊവിൻസിനൊരു ഉപകാരം ഇല്ലാണ്ട് ഞാൻ വേറൊരു സ്ഥലത്ത് പോയി കിടക്കുന്നു, അതെനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിക്കുക, തമ്പുരാൻ വ്യക്തത തന്നാൽ ഞാൻ വരാം. അപ്പോൾ ഒരു ജൂനിയർ റേറ്റിന് ഞങ്ങളുടെ സീനിയർ റേറ്റിൻ്റെ ഞങ്ങൾ 40 ദിവസത്തെ ധ്യാനമുണ്ട്. ആ ഒരു സമയത്തൊക്കെ പ്രാർത്ഥിച്ച് വചനം എടുക്കുമ്പോൾ ഈശോ പറയും, നാളെക്കുറിച്ച് നീ ആകുലപ്പെടണ്ട, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഓക്കെ, ആ വചനം കേൾക്കുമ്പോൾ ഞാൻ വീണ്ടും ഈശോ നിൻ്റെ ഹിതം പോലെ നടക്കട്ടെ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പം ഫൈനൽ പ്രൊവിഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം പിന്നെ തീരുമാനം എടുത്തു. കുറച്ചാൾ കർണാടകത്തിൽ പോയി അതിൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എങ്കിലും അവസാനം തീരുമാനം എടുത്തു പാലക്കാടേക്ക് പോരാൻ. അപ്പം അങ്ങനെ ആണ് പാലക്കാട് എത്തിയത്, ആയുർപാലനയിലെത്തുന്നത്. ഈ ഒരു ആയുർവേദ ഡോക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. നല്ലൊരു വിവാഹ ബന്ധം ലഭിക്കാം, സമ്പത്തുണ്ടാക്കാം, കുറേ കൂടി നല്ല രീതിയിൽ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാം. മാത്രമല്ല ജീസസ് യൂത്ത് എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറേ കൂടി ഒത്തിരി അധികാരികളുടെ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഈശോയോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയവും സാഹചര്യവും ഒക്കെ കിട്ടും. ഇതെല്ലാം ഉപേക്ഷിച്ച് കോൺവെൻറ്റിൽ ചേരാനായിട്ട് തീരുമാനമെടുത്തതിനെക്കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരു ദുഃഖമോ ഒരു വിഷമമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഇതുവരെ ഞാൻ ഈശോയ്ക്ക് കൊടുത്തിട്ട് വന്നു, ഇതുവരെ എനിക്ക് എൻ്റെ ദൈവവിളിയിൽ ഈശോനെ വിളിക്കുന്നില്ല എന്നൊരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ അധികാരികളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത്, പ്രത്യേകിച്ച് നമ്മൾ പഠനമൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ടായിരിക്കാം, അവരെയും കുറേയും കൂടി അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു അനുഭവം, കാരണം ഞാൻ മഠത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ കോഴിക്കോട് ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. അപ്പം മഠത്തിൽ ചേരുവാന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒത്തിരി എന്നോട് ബാർഗൈൻ ചെയ്തു. എന്തിനാണ് പോകുന്നത്? സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടാണോ, പൈസ ഇല്ലാത്തത് കൊണ്ടാണോ, ജോലി ഇല്ലാത്തത് കൊണ്ടാണോ, അതോ നല്ല പേരൻസ് ഇല്ലാത്തത് കൊണ്ടാണോ? ഞാൻ കേട്ടേക്കുന്നത് സാധാരണ ഒന്നുമില്ലാത്ത വീട്ടിലെ കുട്ടികളാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറേ ബാർഗൈൻ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല, എൻ്റെ പേരൻസ് നല്ല സന്തോഷമുള്ളവരും നല്ല വീടാണ്, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. എൻ്റെ വീട്ടിൽ എപ്പം കല്യാണം കഴിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവർ കല്യാണം കഴിപ്പിച്ച് വിടും. പിന്നെ എനിക്ക് ജോലിയുണ്ട്, അത്യാവശ്യം സൗന്ദര്യം ഉണ്ടെന്ന് എനിക്ക് ധൈര്യം ഉറപ്പുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല, എൻ്റെ തമ്പുരാൻ എന്നെ വിളിക്കുന്നു എന്ന് അത്ര ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ആ വിളി ഉപേക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ മാറ്റി വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ പോലും എന്താ പറയണ്ടത്, ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സാലറി എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട പോലെ ആവശ്യമില്ല. കാരണം നേരെ പ്രൊവിൻസിൻ്റെ അക്കൗണ്ടിലേക്കാണ് പൈസ പോകുന്നത്. അത് എത്ര കിട്ടുന്നു, എത്ര തരുന്നു, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പൈസയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ആകുലതകളിൽ നിന്നും ഒരു ഭയങ്കര സ്വാതന്ത്ര്യം തമ്പുരാൻ തന്നേക്കുന്നത്. ഞാനത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നോ എന്ന് പറയാറില്ല. നമ്മൾ ന്യായമായി ചോദിക്കുന്ന കാര്യങ്ങളിലൊക്കെയും അവർ പെർമിഷൻ തന്നിട്ടുണ്ട്. അധികാരികളുടെ ഭാഗത്ത് നിന്ന് എനിക്കൊരിക്കലും അങ്ങനെ ഒരു നെഗറ്റീവ് ഫീലിങ്സ് ഒരിക്കൽ പോലും വന്നിട്ടില്ല. പിന്നെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഞങ്ങൾ ചേച്ചി ഞാനും മഠത്തിലേക്ക് പോന്നു, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഡാഡിക്കും മമ്മിക്കും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ശരിക്കും പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഈശോയെ എന്ത് ചെയ്യുമെന്ന്. പക്ഷേ എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ സിസ്റ്റർ ആകുന്നതിന് മഠത്തിൽ ചേർന്ന സമയത്താണ് മമ്മിക്ക് ഓപ്പറേഷൻ വന്നത്. അത് കർണാടക ഫാദർ മുള്ളേഴ്സിൽ വെച്ചായിരുന്നു, മംഗലാപുരത്ത്. പിന്നെ ഞാൻ MDക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഡാഡിക്ക് വലിയൊരു ഓപ്പറേഷൻ വന്നു. ഒരു 40 ദിവസം ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലായിരുന്നു. എൻ്റെ അധികാരികൾ ഈ 40 ദിവസവും ആ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പെർമിഷൻ തന്നു. അപ്പം ശരിക്കും അവിടെയും തമ്പുരാൻ പ്രവർത്തിക്കുമായിരുന്നു. കാരണം നമ്മൾ ആഗ്രഹിച്ച എന്താണോ
അവർക്ക് വേണ്ടി കൊടുക്കാൻ, ഈ 2 മക്കളെയും വിട്ടെങ്കിൽ അവരുടെ അത്യാവശ്യ സമയത്ത് അവർക്ക് വേണ്ടി ശുശ്രൂഷിക്കാൻ അധികാരികൾ അനുവാദം തന്നു. തീർച്ചയായിട്ടും സിസ്റ്ററിൻ്റെ ഈ ഒരു എപ്പിസോഡ് വളരെ പ്രചോദനാത്മകമായ ഒരു എപ്പിസോഡായിരുന്നു. പ്രത്യേകിച്ചും ഒരു ആയുർവേദ ഡോക്ടർ ആയതിനു ശേഷം 3 വർഷക്കാലം ജോലി ചെയ്ത് ഈ ജോലി ചെയ്യുന്ന കാലം മുഴുവൻ ഈ ഒരു സന്യാസ ജീവിതത്തെ സ്വപ്നം കണ്ട് തൻ്റെ മണവാളനായ ഈശോയോടൊപ്പം ജീവിക്കാനുള്ള വലിയ ആഗ്രഹത്തോടെ ജീവിച്ച് ഒടുവിൽ തീരുമാനമെടുത്ത് കോൺവെൻറ്റിലേക്ക് കടന്നു ചെന്ന സിസ്റ്ററിൻ്റെ ഒരു അനുഭവം തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് വലിയ പ്രചോദനം നൽകും. ഈ ഒരു സന്യാസ ദൈവവിളിയുടെ മഹത്വവും പ്രാധാന്യവും വാല്യൂ ശരിക്കും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ മനസ്സിലാക്കാൻ സിസ്റ്ററിൻ്റെ ഈ ഒരു ജീവിതം, ഈ ഒരു ഷെയറിംഗ് സഹായിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇത്രയും സമയം ഷെഖേന ടെലിവിഷനിലൂടെ പ്രേക്ഷകർക്ക് വേണ്ടി സിസ്റ്ററിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചതിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.